ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് ആണ്. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കണമായിരുന്നു. അപ്പം ഞാൻ നേരെ പോകുന്നത് നമ്മുടെ എസ് ഭാരതിലേക്കാണ്. ഇവിടെ എല്ലാ മെറ്റീരിയൽസിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്, റേറ്റും കുറവാണ്. തിരക്ക് കുറവായിരുന്നു ഞാൻ പോയ സമയത്ത് മെറ്റീരിയൽസിൻ്റെ അവിടെ. അത്യാവശ്യം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കിഡ്സിൻ്റെ ഭാഗത്തേക്ക് എനിക്ക് പോകണമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മോൻകുട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ ഒരു ഡ്രസ്സ് അവന് സ്കൂളിലൊക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കാനായിട്ടാണ് ഞാൻ കിഡ്സിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോയത്. അപ്പോൾ ഗേൾസിനൊക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ബോയ്സിന് പക്ഷേ ആ ഒരു ടൈപ്പ് അവന് പറ്റിയ ഡ്രസ്സ് കിട്ടിയില്ല. അങ്ങനെ അവിടുന്ന് മെറ്റീരിയൽ എടുത്തിട്ട് കുറച്ച് മെറ്റീരിയൽ കൂടെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ പരാഗിൽ പോയി. പരാഗിൽ പോയപ്പോൾ പക്ഷേ എനിക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ അതുമല്ല, നമുക്ക് നോർമലി ഉള്ള ടെക്സ്റ്റൈലിൽ കിട്ടുന്നതിനെക്കാട്ടിലും റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് തന്നെ തുപ്പാശ്ശേരി പോയി. തുപ്പാശ്ശേരി പോയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം കുറേ ഇങ്ങനെ പ്രിൻറ്റഡ് മെറ്റീരിയലൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി. നോർമലി ഞാനിങ്ങനത്തെ പ്രിൻറ്റഡ് മെറ്റീരിയലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാറാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കിയതേ ഉള്ളൂ. ഞാൻ ഈ ഒരു മെറ്റീരിയലൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നൊരു മെറ്റീരിയൽ എനിക്ക് കിട്ടി. ഞാൻ അതെടുത്തു. അതിന് ശേഷം ചുമ്മാ ഇങ്ങനെ മെറ്റീരിയൽ തപ്പിക്കൊണ്ടിരുന്നതിനിടയിൽ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ ഉണ്ട്. ആ ഒരു കളറിലുള്ളൊരു മെറ്റീരിയൽ ഞാൻ കണ്ടു. അതായത് ഇൻഡിഗോ ബ്ലൂവിൽ ഈ ഒരു പ്രിൻ്റൊക്കെ വരുന്ന ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡാണല്ലോ ഇതിലെ പോലത്തെ സാരീസൊക്കെ. അപ്പോൾ പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ ഈ ഒരു പ്രിൻറ്റും കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഒരു മെറ്റീരിയലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നോർമലി ഞാൻ പ്രിൻറ്റഡ് എടുക്കാറില്ല. പക്ഷേ എന്തോ ഇഷ്ടപ്പെട്ടു. ഇതങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനൊന്നുമില്ല. ഇനി വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയലൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു 3 ഷോപ്പിലും കയറിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ റേറ്റ് തോന്നിയത് പരാഗിലാണ്. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട് പരാഗിൽ ഭയങ്കര റേറ്റ് കുറവാണ്, സ്റ്റാർട്ടിങ് 45 റുപ്പീസ് മുതലാണ് മെറ്റീരിയൽ കിട്ടുന്നതെന്ന്. ഈ 45 റുപ്പീസ് എന്ന് പറയുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലാണ്. ഈ സെയിം ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയൽ നമുക്ക് തൊട്ടടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ കിട്ടുന്നത് 35 രൂപയ്ക്കാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവരൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് ഇങ്ങനെ കുറവാണെന്ന് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്നല്ലാണ്ട് അവിടെ പൊതുവേ എനിക്ക് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റേറ്റാണ്. നമ്മൾ സാധാരണ ടെക്സ്റ്റൈലിൽ പോകുന്നതിനേക്കാളിലും നല്ല റേറ്റിലാണ് മെറ്റീരിയൽസ് അവിടെ കൊടുക്കാറ്. അത് മാത്രമല്ല, ഞാൻ മുന്നേ പരാഗിൽ കയറിയിട്ട് ഒരു ദുപ്പട്ടയ്ക്ക് റേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. വെറും പ്ലെയിൻ മെറ്റീരിയൽ സ്കാലപ്പ് വർക്ക് മാത്രം, അല്ലാതെ അതിലൊരു വർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് 390 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിനേക്കാളിലും വർക്കുള്ള മെറ്റീരിയൽസ് നമുക്ക് എസ് ഭാരതിലെ ദുപ്പട്ടാസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 285 രൂപയാണ് ഓരോ മെറ്റീരിയലിന് വരുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് പരാഗിലും നോർമൽ ടെക്സ്റ്റൈൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ എന്തിനാണ് ഇത്രയും റേറ്റ് കുറവാണെന്ന് ഇവർ ഈ പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ നിങ്ങൾക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കരുനാഗപ്പള്ളിയുള്ള എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ബസ്സൊക്കെ കിട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു ഷോപ്പിംഗ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.